ഐ വിറ്റ്നസ് എന്ന ഈ ചാനലിലേക്ക് സൗഹൃദരായ എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം പറയുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഏവർക്കും സുപരിചിതമായൊരു ബൈബിൾ വാക്യമാണ്. 1 പത്രോസ് എഴുതിയ ലേഖനം 5-ാം അധ്യായം 7-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്തകളും അവന്റെ മേലിട്ടുകൊള്ളുവിൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്തകളും അവന്റെ മേലിട്ടുകൊള്ളുവിൻ. കരുതുന്നവനായ ദൈവമാണ്, കെയറിങ് ഗോഡ്. നമ്മുടെ ബൈബിൾ പഠിപ്പിക്കുന്ന ദൈവം നമ്മളെ കരുതുന്നവനായ ദൈവമാണ്. വിശുദ്ധ ബൈബിൾ പരിശോധിക്കുമ്പോൾ ഒത്തിരി ഉദാഹരണങ്ങൾ, വളരെയധികം ഉദാഹരണങ്ങൾ നമുക്ക് ആ വിഷയത്തുള്ള ബന്ധത്തിലുണ്ട്. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാടിന്റെ പുസ്തകം വരെ നമ്മൾ വായിച്ചു പഠിക്കുന്ന സന്ദർഭത്തിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒത്തിരി ആശയങ്ങൾ ഈ വിഷയത്തുള്ള ബന്ധത്തിൽ, ഒത്തിരി സംഭവങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. അബ്രഹാമിന്റെ വീട്ടിലെ ജോലിക്കാരായിരുന്നു ഹാഹാർ. ഹാഹാറിന് ഒരു കുഞ്ഞുണ്ട്, ഇസ്മയിൽ എന്നാണ് പേര്. നമുക്കറിയാവുന്ന വിഷയമാണ് ഇസ്മയിൽ ഒരിക്കലും കുടുംബ വിഷയം ഉണ്ടായപ്പോൾ പിന്നെ ഹാഗാറിനെയും ഇസ്മയിലിനും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. അപ്പോൾ അവർക്ക് 1-2 ദിവസത്തേക്കുള്ള വെള്ളവും 2-3 അടയും ഒക്കെ കൊടുത്തു വിട്ടിരിക്കുകയാണ് ഇവരിങ്ങനെ അവിടെ നിന്ന് ഓടി മരുഭൂമിയിലേക്ക് പോകുന്ന രംഗമൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം മരുഭൂമിയിലേക്ക് പോയ സന്ദർഭത്തിൽ ഇവരുടെ കയ്യിലുള്ള അപ്പം തീർന്നു, വെള്ളം തീർന്നു. അപ്പോൾ ഇവരിങ്ങനെ മരിക്കുമെന്ന് ചിന്തയോടെ ആയിരിക്കും. കാരണം വേറെ ആളുകളൊന്നും അടുത്തില്ല, സഹായമില്ല, മരുഭൂമിയാണ്, ചൂടാണ്. 1-2 ദിവസം കഴിയുമ്പോൾ ഇവർ ഈ ചൂടേറ്റ് മരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ പിന്നെ ഹാഗാർ ചെയ്തൊരു പരിപാടി എന്താണെന്നറിയോ? ഹാഗാർ വളരെ ബുദ്ധിയുള്ളൊരു സ്ത്രീയായിരുന്നു. ഇവള് അബ്രഹാം യഹോവയായ ദൈവത്തെ ആരാധിക്കുന്നു, യഹോവയോട് പ്രാർത്ഥിക്കുന്നൊക്കെ ഈ ഹാഗാർ കണ്ടിട്ടുള്ളത് കൊണ്ട്, യഹോവയുടെ ദൈവത്തോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നുകൊണ്ട്, യഹോവയായ ദൈവത്തെ താൻ ആരാധിക്കുന്നവളായിരുന്നുകൊണ്ട് മരുഭൂമിയുടെ പ്രയാസത്തിന്റെ സന്ദർഭത്തിൽ ഇവള് ആ യഹോവയോട് നിലവിളിച്ച് കരയുന്ന രംഗം എഴുതിയിട്ടുണ്ട്. യഹോവ പറയുകയാണ്, യഹോവ എന്നെ രക്ഷിക്കണം, ഞാൻ മരുഭൂമിയിലാണ്, ഞാൻ എൻ്റെ കുഞ്ഞും മരിച്ചു പോകാൻ സാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ യഹോവ അവൾക്ക് വേണ്ടി അത്ഭുതകരമായൊരു വഴി തുറക്കുകയാണ്. മരുഭൂമിയിൽ നീരുറവെ തുറന്ന് ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവർക്ക് വേണ്ടി വെള്ളം ഒരുക്കുന്ന ഒരു ദൈവം. മരുഭൂമി എന്ന് പറയുമ്പോൾ അവിടെ നീരുറക്ക് വരാൻ സാധ്യതയില്ല. അവിടെ ഒരു കാരണവശാലും ഒരു വെള്ളം കിട്ടാൻ സാധ്യതയില്ലാത്ത ഒരു ഏരിയയാണ്. പക്ഷേ പിന്നെ ഹാഗാറിന്റെ പ്രാർത്ഥന കേട്ട് ദൈവം മരുഭൂമിയിൽ നീരൊഴുക്കിനെ തുറന്ന് അവൾക്ക് വേണ്ടി വെള്ളത്തെ ഉണ്ടാക്കി കൊടുത്തൊരു ദൈവമാണ്. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ, ജീവിതത്തിന്റെ നാനാവിധമായ മേഖലകളിൽ നമ്മൾ പലപ്പോഴും ഒറ്റപ്പെടുന്ന സാഹചര്യത്തിൽ, ആരും നമുക്ക് സഹായത്തിനില്ല എന്ന് നമ്മൾ പറയുന്ന സന്ദർഭത്തിൽ, പ്രതീക്ഷിക്കാൻ വകയൊന്നുമില്ലാത്തൊരിടം എന്ന് പറഞ്ഞാൽ വഴികള് വരാൻ സാധ്യതയില്ല എന്നുള്ളത് കൊണ്ടാണ് പ്രതീക്ഷിക്കാൻ നമുക്ക് വകയില്ലാത്തത്. ഇന്നയാളെ നമുക്ക് ആശ്രയിക്കാൻ ഒരാളില്ലാത്തൊരു സമയം, നമുക്ക് ലോകപരമായിട്ടുള്ള ഒരു സഹായങ്ങളും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ കർത്താവായ ദൈവത്തിന്റെ മുഖത്ത് അന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് അവനൊരു പ്രത്യാശയുണ്ട്. അവൻ മരുഭൂമിയിലും നീരുറവിനെ തുറന്ന് അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണ് നമ്മുടെ കർത്താവ്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ജീവിതത്തിന്റെ ഏതെങ്കിലും സന്ദർഭത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവരായി, ഒന്നും ഒരു പ്രതീക്ഷയില്ലാതെ, ആരും നിങ്ങളെ സഹായിക്കണില്ലെന്ന് ഓർത്തിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളതെങ്കിൽ ഒരു കാര്യം പറയാം, യേശുവിനോടൊരു കാര്യം പറയുക. യേശു മരുഭൂമിയിലും നീരുറവിനെ തുറക്കുന്നവനാ ദൈവമാണ്. മരുഭൂമിയെന്നോ പാറപ്പിളർപ്പെന്നോ ഒന്നും ദൈവത്തിന് പ്രശ്നമല്ല. ആരും സഹായിക്കണില്ലെന്നുള്ളത് ദൈവത്തിന് വിഷയമല്ല. വഴിയെല്ലാം അടഞ്ഞെന്നുള്ള ദൈവത്തിന് വിഷയമല്ല. ദൈവം വഴികളെ ഉണ്ടാക്കി തരുന്നവനാണ് ദൈവം. അത്ഭുതങ്ങളെ ചെയ്ത് ദൈവം നിശ്ചയമായും തരും. അങ്ങനെ ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്നവൻ ദൈവത്തെയാണ് ഞങ്ങൾ ഇവിടെ പ്രസ്താവിച്ചത്. ജീസസ് ക്രൈസ്റ്റ് എന്നാണ് എൻ്റെ പേര്. ദൈവത്തിന് സ്തോത്രം ചെയ്യും. മറ്റുദാഹരണം എന്ന് പറഞ്ഞാൽ അബ്രഹാമിന്റെ ഉദാഹരണം. അബ്രഹാം ഒരിക്കല് യാഗം കഴിക്കാൻ വേണ്ടി പോയി. അപ്പോൾ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ ഏറ്റവും സ്നേഹിക്കുന്ന നിന്റെ മകൻ ഇസഹാക്കിനെ അബ്രഹാം അകമഴിഞ്ഞ് സ്നേഹിച്ചു. കാരണം വളരെ വർഷങ്ങൾ കാത്തിരുന്ന് തന്റെ 90-ാമത്തെ വയസ്സിൽ കിട്ടിയ മകനാണ് ഇസഹാക്ക്. അപ്പൊ ഇസഹാക്കിനെ വളരെയധികം സ്നേഹിച്ചിരുന്നുകൊണ്ട് ദൈവം ഒരു ചെറിയൊരു പരീക്ഷണം നടത്തുകയാണ്. പരീക്ഷണം നടത്തുകയെന്ന് പറഞ്ഞാൽ ഈ ദൈവഭക്തിയുള്ള ബന്ധത്തിൽ ദൈവം ചില ആളുകളെ പരീക്ഷിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ, അതിന്റെ കാരണമൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ ചില ആളുകളെ പരീക്ഷിക്കുന്നതായിട്ട് ബൈബിളിനകത്ത് ചെയ്തിട്ടുണ്ട്. പരീക്ഷയിൽ നമ്മൾ വിജയിക്കും, ദൈവത്തിന് ഭയങ്കര സന്തോഷമാവും. നമ്മൾ പരാജയപ്പെട്ടു പോകില്ല എന്ന് ഉറപ്പുള്ളവരെ മാത്രമേ ദൈവം പരിശോധിക്കത്തുള്ളൂ കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ വീട്ടിൽ ഭാര്യ ഭർത്താവ് തമ്മിൽ ചില കലപിലകൾ പലപ്പോഴും ഉണ്ടാകില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത് വെച്ചാൽ,
എന്തെങ്കിലും ദേഷ്യപ്പെട്ട് പറഞ്ഞാലും നമ്മുടെ ഭാര്യ നമ്മളെ വിട്ടു പോകത്തില്ല എന്നുള്ള ചിന്ത ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത്. എന്നതുപോലെ തന്നെ ദൈവത്തിന് പ്രിയപ്പെട്ട ചില ആളുകളുണ്ട്. അവരെ ചില സന്ദർഭങ്ങളൊക്കെ ദൈവം ചില പരീക്ഷകൾ കടത്തും. കാരണം എന്താണെന്ന് വെച്ചാൽ എന്ത് സംഭവിച്ചാലും ഇവൻ എന്നെ വിട്ട് പോകത്തില്ല എന്നുള്ള ധാരണ ദൈവത്തിനുള്ളത് കൊണ്ടാണ്. യോബിന്റെ ജീവിതത്തിൽ അതാണ് സംഭവിച്ചത്. അപ്പോൾ അബ്രഹാമിനെ ശ്രദ്ധിക്കും. അബ്രഹാം പരീക്ഷിക്കണം. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ സ്നേഹിക്കുന്ന നിന്റെ മകൻ, ഏക മകൻ ഇസ്ഹാക്കിനെ എനിക്ക് യാഗം കഴിക്കണം എന്ന് പറഞ്ഞു. അബ്രഹാം ഒന്നും മറുപടി നോന്നൊന്നും പറഞ്ഞില്ല. അബ്രഹാം സന്തോഷത്തോട് പറഞ്ഞു, ഓക്കെ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ അബ്രഹാമിന്റെ ഭാര്യ സാറായോട് പോലും പറയാതെ അബ്രഹാമും മകനും മോറിയാമലയുടെ മുകളിലേക്ക് കയറുകയാണ്. അപ്പം ഈ മകൻ എനിക്ക് തോന്നുന്നു ഒരു യൗവനപ്രായം ആയി കാണും, പിന്നെ ടീനേജ് പ്രായമായി. അപ്പൊ ഇവന്റെ തലയിൽ ഒരു ചെറിയ കെട്ട് വിറകും ഒരു കത്തിയും പിന്നെ തീയും യാഗം കഴിക്കാൻ എന്തൊക്കെ വേണോ അതെല്ലാം ഇവരെ കൊണ്ടുപോവുകയാണ്. അപ്പൊ കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ ഈ മകനും അബ്രഹാമിന്റെ കുറച്ച് ദാസന്മാരും ഒക്കെ ഉണ്ട്. ദാസന്മാരുമായിട്ട് പോയി ഈ മോറിയ മലയുടെ അടുത്ത് നിന്നപ്പോൾ ഈ അബ്രഹാം പറഞ്ഞു, ദാസന്മാർ നിങ്ങളോട് നിൽക്കാൻ പറഞ്ഞു. അതിന് അബ്രഹാം മോനുമായിട്ട് മല കയറുകയാണ്. മല കയറുന്ന സന്ദർഭത്തിൽ അബ്രഹാമിന്റെ ഹൃദയം ഭയങ്കര വേദനിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ തന്റെ ഏകജാതനാണ്, വളരെ നാളുകൾ പ്രാർത്ഥിച്ച ശേഷം ഉണ്ടായതാണ്, ഒത്തിരി വാഗ്ദത്തങ്ങൾ ഇവനെക്കുറിച്ചുണ്ട്, ഇവനെ യാഗം കഴിച്ചാൽ എന്ത് ചെയ്യും എന്നുള്ളൊരു ഭാരം ഉണ്ടെങ്കിലും ദൈവത്തോടൊരു വാക്കുപോലും മറുപടി നോന്ന് പറയാതെ താന് കയറി. പക്ഷെ തന്റെ ഹൃദയത്തിന് വിങ്ങുന്ന ഒരു അവസ്ഥയാണ്, ഒരു സാഹചര്യമാണ്. കാരണം ഇവൻ പോയാൽ എന്ത് ചെയ്യും എന്നൊരു ഭാരമൊക്കെ ഉണ്ടാകും. അങ്ങനെ കയറിക്കൊണ്ടിരിക്കുമ്പോൾ സംഭവിച്ചു ഈ അബ്രഹാം മനോക്കത്തെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടായിരിക്കുമല്ലോ കയറുന്നത്. അങ്ങനെ കയറുമ്പോൾ മകന് കുറച്ചു ദൂരം കയറിയപ്പോൾ മകനൊരു സംശയം. അപ്പനോട് ചോദിക്കണം, അപ്പ നമ്മുടെ കയ്യിലെ വിറകുണ്ട്, തീയുണ്ട്, കത്തിയുണ്ട്, എല്ലാം ഉണ്ട്, നമുക്ക് യാഗം കഴിക്കാനുള്ള സംഭവങ്ങൾ ഏകദേശം എല്ലാം ആയി. പക്ഷെ എനിക്കൊരു സംശയം, നമ്മൾ യാഗമൃഗം എവിടെയാണ്? ഈ ചോദ്യം കേട്ടപ്പോൾ അബ്രഹാമിന്റെ ഹൃദയം വിങ്ങിപ്പോയി, ഞെട്ടിപ്പോയി. കാരണം എന്ത് മറുപടി പറയും? നീയാണ് യാഗമൃഗം എന്ന് പറയാൻ പറ്റും? ഒരു പക്ഷെ അങ്ങനെ പറഞ്ഞാൽ അവന് ഓടിപ്പോയാൽ എന്ത് ചെയ്യും? അപ്പന്റെ വിശ്വാസമൊന്നും മകനുണ്ടാവണമെന്നില്ല, അപ്പന്റെ ഭക്തി അപ്പന്റെ വിശ്വാസം മകനുണ്ടാവണമെന്നില്ലല്ലോ. അപ്പം ഇവൻ ഓടിപ്പോയി എന്ത് ചെയ്യും? ഒരു ശോചനീയ അവസ്ഥയല്ലേ. അപ്പം അപ്പന് പെട്ടെന്ന് ചോദ്യത്തിന് മുമ്പിൽ പതറിപ്പോയി അപ്പൻ. പക്ഷെ പെട്ടെന്ന് തന്റെ ആർജവത്വം വീണ്ടെടുത്ത് താൻ പറയുകയാണ്, മകനെ ഭാരപ്പെടേണ്ട, യഹോവ നമുക്ക് വേണ്ടി കരുതിക്കൊള്ളു. യഹോവ ഈരേ എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. യഹോവയിരേ എന്ന് പറയുമ്പോഴും തന്റെ ഹൃദയത്തിന് അത് വിങ്ങുന്നുണ്ട്. എന്ത് ഞാൻ പറയും? മകൻ മുകളിൽ കയറി കല്ലുകൾ എടുത്തു വെച്ചു, 12 കല്ലുകൾ എടുത്തു വെച്ച് കാണും. ആ കല്ലുകളുടെ മുകളിൽ ഈ മകനോട് കിടക്കാൻ പറയുന്ന സമയം വരെ ഈ മകൻ അറിഞ്ഞില്ല എന്താണ് ചെയ്യുന്നത്. അപ്പം പറഞ്ഞു, നീ കയറി കിടക്കാൻ പറഞ്ഞു. അപ്പം ഒരുപക്ഷെ നിങ്ങളുടെ ഭാവന ആ ദൃശ്യം കാണാൻ പറ്റുമോ? ഒരുപക്ഷെ മകൻ വളരെ ദയനീയമായി അപ്പനെ നോക്കി കാണും. ഒരുപക്ഷെ അപ്പനേക്കാളുടെ ആരോഗ്യമൊക്കെ ഉണ്ട് മോന്, പക്ഷെ അപ്പന് അനുസരണമുള്ള മോനായിരുന്നു അല്ലേ, അല്ലെങ്കിൽ പിന്നെ കയറിക്കിടുവോ? ദയനീയമായ ആ സാഹചര്യത്തിൽ മകൻ സങ്കടപ്പെട്ട് കയറിക്കിടന്നു. കാര്യങ്ങൾ അടുക്കി, വിറകടുക്കി, എല്ലാം സെറ്റ് ചെയ്തു. ഈ കത്തി ഉയർത്തി, വെട്ടാൻ വേണ്ടി കത്തി ഉയർത്തിയപ്പോഴാണ് സ്വർഗത്തിന് ശബ്ദം കേൾക്കുന്ന, അബ്രഹാമേ മകനെ ഒന്നും ചെയ്യരുത്. ദൈവത്തിന് സ്തോത്രം ചെയ്തു. മകന്റെ മേൽ കൈവെക്കരുതെന്ന് സ്വർഗത്തിൽ ശബ്ദം ഉണ്ടായി. അവന്റെ മകനെ എഴുന്നേൽപ്പിച്ചു. ഉടനെ അബ്രഹാം തൊട്ടടുത്ത് കുറ്റിക്കാട്ടിൽ ഒരു ആടെ കരയുന്ന കേട്ടു. ആടിനെ കൊണ്ടുവന്ന് യാഗം കഴിച്ചു എന്നാണ് കഥ. ചരിത്രമാണ് കേട്ടോ, കഥയല്ല, അത് നടന്ന സംഭവം. അപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന എന്താ വെച്ചാൽ, അബ്രഹാമിന് വേണ്ടി ദൈവം കരുതി. എപ്പോഴാണ് ദൈവം കരുതി? അബ്രഹാം ഒരു വാക്ക് പറഞ്ഞില്ലേ, യഹോവ ഇരേ എന്ന് പറഞ്ഞില്ലേ? ആ മല കയറുന്ന മുൻപായിട്ട് അബ്രഹാം മകനോട് പറയുന്നൊരു വാക്ക് യഹോവ ഇരേ എന്ന് തന്റെ വായി കൊണ്ട് പറഞ്ഞപ്പോൾ തന്നെ സ്വർഗസ്ഥനായ ദൈവം മറുവശത്തുകൂടി ഒരു ആട്ടിൻകുട്ടി മുകളിൽ കയറി. യഹോവ ഇരേ എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കുക തന്നെ ചെയ്യുമെന്നാണ് അതിന്റെ അർത്ഥം. അല്ലെങ്കിൽ ആ നിമിഷം യഹോവ ഇരേ എന്ന് വാക്ക് പറഞ്ഞ നിമിഷത്തിന് യഹോവ അവന് വേണ്ടി ആ മലയുടെ മുകളിൽ ഒന്ന് കരുതി. പ്രിയപ്പെട്ട സ്നേഹിതരെ, നിങ്ങൾക്കൊരു കരുതുന്ന ദൈവമുണ്ട്. ആരെല്ലാം നിങ്ങൾ ഉപേക്ഷിച്ചാലും, ആരെല്ലാം വാക്കുമാറിയാലും, ആരെല്ലാം നിങ്ങളെ കരുതാമെന്ന് പറഞ്ഞിട്ട് മറന്നു കളഞ്ഞാലും ഭാരപ്പെടരുത്. യഹോവയായ ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതും. ആരും കരുതാത്ത നിലയെ കരുതും. യഹോവ കരുതുമെന്ന് വിശ്വസിച്ചാൽ മാത്രം മതി. യഹോവ ഒരു മറുവശത്തോടെ നിങ്ങൾക്ക് വഴികളെ തുറന്നു തരും. അത്ഭുതകര വഴികളെ ദൈവം തുറക്കും. ആരും പ്രതീക്ഷിക്കാത്ത വഴികളെ ദൈവം തുറക്കും. അതിശയകരമായ നിലയെ ദൈവം നിങ്ങളെ മുൻപോട്ട് നയിക്കും. ഒരുപക്ഷെ പ്രതീക്ഷിക്കുന്നില്ലായിരിക്കും, ഒരുപക്ഷെ
ഒരു സാധ്യത മുൻപില്ലായിരിക്കും, ഇമ്പോസിബിൾ ആയിട്ട് തോന്നാം. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, കർത്താവായ ദൈവത്തിൽ വിശ്വസിച്ച് ഒരു കാര്യം എൻ്റെ ദൈവം ചെയ്തു തരുമെന്ന് പറഞ്ഞാൽ നിശ്ചയമായും ചെയ്തു തരുന്നവന് ജീവനുള്ള ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. ആ ദൈവത്തെക്കുറിച്ച് ബൈബിൾ ഉയർത്തിക്കൊണ്ട് പറയുകയാണ്, ദൈവം അത് ചെയ്തു തരിക തന്നെ ചെയ്യും. അവൻ അത്ഭുതങ്ങളെ ചെയ്യുന്ന വലിയവനായ ഒരു ദൈവമാണ് യഹോവ. യഹോവ നിങ്ങൾക്ക് കരുതുന്ന ദൈവമാണ്. ജീവിതത്തിന്റെ പ്രതിസന്ധികളിലൂടെ കടന്നു വന്ന പ്രിയപ്പെട്ടവരെ, ആരെനിക്ക് വേണ്ടി കരുതുന്നവർക്ക് ഭാരപ്പെടരുത്. നിങ്ങൾക്ക് വേണ്ടി കരുതുന്നവനായ ഒരു ദൈവമുണ്ട്. അവൻ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ബാധിത്തുറക്കും. ആരും പ്രതീക്ഷിക്കാത്ത ഇടത്ത് നിന്ന്, സ്വപ്നം പോലും കാണാത്ത വഴികളിലൂടെ വഴികളെ തുറന്ന് നിങ്ങളെ നയിക്കുവാൻ അവൻ ശക്തനായ ദൈവമാണ്. ട്രസ്റ്റ് ഇൻ ഹിം. അവനിൽ ആശ്രയിച്ചാൽ മാത്രം മതി, അവന് വിശ്വസിച്ചാൽ മാത്രം മതി. ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം വാഴ്ത്തുള്ളൂ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലും അവൻ്റെ മേലിട്ടുകൊള്ളുകയും. പത്രോസ് പറയുകയാണ്, അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലും അവൻ്റെ മേലിട്ടുകൊള്ളുകയും. നമ്മുടെ കർത്താവായ ദൈവത്തെ നമ്മുടെ സകല ചിന്താകുലങ്ങളിലൂടെ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. നിങ്ങളുടെ വിഷയങ്ങൾ സ്തോത്രത്തോടുള്ള ദൈവത്തിൽ അറിയിക്കുക അത്ര വേണ്ടത്. അവൻ നിങ്ങൾക്ക് വേണ്ടി പുതുവഴികളെ തുറന്ന് സഹായിക്കുന്ന ദൈവമാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതും. പുതുവഴികളെ നിങ്ങൾക്ക് വേണ്ടി തുറക്കും. അത്ഭുതര വഴികൾ ദൈവം നിങ്ങളെ നടത്തും. സ്വപ്നം കാണുന്ന പോലെ നിങ്ങളുടെ ജീവിതത്തിൽ നന്മകളെ അനുഭവിക്കും. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.